ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം വെറുതെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ വലതുകരം വീശി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക്, ഉറക്കെ പറഞ്ഞ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് ഈശോ തരുന്ന ബോധ്യം ഇതാണ്: ഈശോ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ആര് നഷ്ടപ്പെടരുത്? ഈശോ നഷ്ടപ്പെടരുത്. ബാക്കി എന്തും നഷ്ടപ്പെട്ടോട്ടെ, പോകുന്ന വഴിക്ക് പേഴ്സ് അടിച്ച് പൊക്കോട്ടെ, സാരമില്ല. പക്ഷേ നഷ്ടപ്പെടാൻ പാടില്ല. ആര്? പറ. ഈശോ നഷ്ടപ്പെടാൻ പറ്റില്ല. ബാക്കി എന്ത് നഷ്ടപ്പെട്ടു കൊള്ളട്ടെ, ഈശോ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം രാവിലെ കറിയൊക്കെ വെച്ചിട്ട് വന്നു, മീൻകറി വെച്ചിട്ട് വന്നു. തിരിച്ചു തന്നപ്പോൾ പൂച്ച മീനാക്കി പോയി, മീൻകറി പോയി. അപ്പം എന്ത് ഓർക്കണം? പൂച്ചയെ ശപിക്കണോ? പിന്നെ എന്ത് പറയണം? മീൻകറി പൊക്കോട്ടെ, പൂച്ച സന്തോഷിക്കട്ടെ, എനിക്ക് ഈശോ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഇറങ്ങി ചെല്ലുമ്പോഴേക്കും കയറാൻ പോകുന്ന ബസ് വിട്ടുപോയി. അപ്പം കണ്ടക്ടറിനെ ശപിക്കണോ? ഡ്രൈവർ വണ്ടി ഇടിക്കട്ടെ എന്ന് പറയണോ? വേണ്ട, ആ വണ്ടി പോട്ടെ. അപ്പോൾ ഞാനെന്ത് പറയണം? ഈശോ മതി. എന്തു മതി? ആര് മതി? ഈശോ മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റണം. ഹല്ലേലൂയ. അപ്പോൾ ഈശോ നഷ്ടപ്പെടരുത് എന്നതാണ് ഏറ്റവും പ്രധാനം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം തിരുജനനത്തിന് ശേഷം, തിരുപ്പിറവിക്ക് ശേഷമുള്ള വചനഭാഗമാണ് നമ്മൾ ധ്യാന വിഷയമാക്കിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാനയ്ക്ക് തിരുപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാം, ഈ ദിവസങ്ങളിലെല്ലാം, ഇന്നലെ ജ്ഞാനികളുടെ സന്ദർശനം, ഇന്ന് പോവാണ്. യോസേപ്പ് പിതാവ് മാതാവ് എല്ലാവരും കൂടെ ഓടി രക്ഷപ്പെടുവാണ്. എങ്ങോട്ടാണ്? ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം ഇത് മുഴുവനായിരുന്നു. പിന്നീട് കട്ട് ചെയ്ത് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. പലായനം ചെയ്യുകയാണ് ഈജിപ്തിലേക്ക്. ആരൊക്കെ? തിരുക്കുടുംബം, യോസേപ്പ് പിതാവും മാതാവും കൂടെ. വാക്കെന്താണ്? ആ വാക്ക് പറഞ്ഞേ. പലായനം. എന്താണ് പറഞ്ഞേ? വാക്ക് പറഞ്ഞേ. പലായനം ചെയ്തു എന്നാണ് വചനം കൃത്യമായിട്ടും പറഞ്ഞു വെക്കുന്നത്. ഈജിപ്തിലേക്കുള്ള പലായനം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങളുടെ ശീർഷകമാണ് ഈജിപ്തിലേക്കുള്ള പലായനം. ഹെരോദോസ് ശിശുക്കളെ വധിക്കുമെന്നറിഞ്ഞു പെട്ടെന്ന് പലായനം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയാണ് പലായനം ചെയ്തത്? ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യോസേപ്പ് പിതാവും മാതാവും കൂടെ ശീഘ്രവേഗത്തിൽ ഓടി എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പുൽക്കൂട്ടിലേക്ക് ചെന്ന് നോക്കി. ഇവിടെയും പുൽക്കൂടുണ്ട്. പുൽക്കൂടിൻ്റെ തൊട്ടടുത്ത് കുർബാന കഴിയുമ്പം, ശുശ്രൂഷ കഴിയുമ്പോൾ നിങ്ങൾ ചെന്ന് നോക്കണം. പുൽക്കൂടിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ആരാന്ന് നോക്കണം. യോസേപ്പ് പിതാവും മാതാവും റൈറ്റ്, അപ്പനും അമ്മയും ഉറപ്പായിട്ട് ഈശോയുടെ അടുത്ത് നിൽക്കും. പിന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാന്ന് ചെന്ന് നോക്കണം. അവിടെ കല്ലിൻ്റെ താഴെ തൊട്ടടുത്ത് ഇങ്ങനെ നോക്കിയൊരു സാധനം നിൽപ്പുണ്ട്. ശ്രദ്ധിച്ചായിരുന്നോ? പറ. പട്ടിയോ? പുൽക്കൂട്ടി പട്ടി വന്നു. ഈശോയെ, അതേത് പുൽക്കൂടാ? ചൈനീസ്. ഹല്ലേലൂയ. മുതലയോ? കണ്ടിട്ടില്ല. ചെല്ലുമ്പോൾ പുൽക്കൂട് നോക്കണം കേട്ടോ. പുൽക്കൂട്ടിൽ ഞങ്ങൾ ഏറ്റവും അധികം ചേർത്ത് വെച്ചിരിക്കുന്നത് ഒരു കഴുതക്കുട്ടീനെയാണ്. കഴുതക്കുട്ടീനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നസ്രത്തിൽ നിന്നും യോസേപ്പ് പിതാവും മാതാവും കൂടെ വന്ന വണ്ടി ഏതാ? പറ. കഴുതക്കുട്ടി. കഴുതക്കുട്ടിയുടെ പുറത്താണ്. പാവപ്പെട്ടവരുടെ വണ്ടിയായിരുന്നു പണ്ട് കഴുത. അപ്പം ഇന്നലെ അച്ഛൻ ഇവിടെ തൊണ്ടിയിൽ മഠത്തിൽ പിള്ളേർക്ക് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ദൈവം വിളിക്കാൻ മടക്കമാണ്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ചെന്ന് അച്ഛൻ ചോദിച്ചു, പുൽക്കൂട്ടിൽ ഈശോയുടെ ബന്ധുക്കൾ ആരൊക്കെ? അപ്പോൾ ഒരു കുറേ ലിസ്റ്റ് എടുത്തു. അപ്പോൾ ഈ പുള്ളിക്കാരനെ മറന്നുപോയി. ആരെ? കഴുതേനെ മറന്നുപോയി. കഴുത ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കഴുതയെ മറന്നു. അപ്പോൾ ഞാൻ ഇവരെയും കൂട്ടിപ്പോയി പുൽക്കൂട്ടി ചെന്നിട്ട് ഓരോന്നിൻ്റെയും പേര് പറയിപ്പിക്കുകയാണ്. അപ്പോൾ കഴുത എത്തിയപ്പം, അച്ഛാ അത് കഴുതയല്ല, കുതിരയാ. ഹല്ലേലൂയ. അച്ഛാ അത് കുതിരയാ. അപ്പം അച്ഛൻ ചോദിച്ചു, അതെന്നാടാ കുതിര? അച്ഛാ അതിൻ്റെ വാലിൽ കുറേ മുടിയുണ്ട് അച്ഛാ. പക്ഷെ ചരിത്രം പറഞ്ഞു വെക്കുന്നു,
ആൾക്കാരുണ്ടാക്കുന്ന കഴുതയ്ക്ക് മുടി കൂടുതലാണെങ്കിലും വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ പാവപ്പെട്ടവരുടെ വാഹനം കഴുതക്കുട്ടിയായിരുന്നു. അപ്പോൾ ചേർന്നിരുന്നത് കഴുതമോനായിരുന്നു. ആരാണ്? കഴുതമോൻ. അപ്പോൾ കഴുതക്കുട്ടിയായിരുന്നു പുൽക്കൂടിനോട് ചേർന്നിരുന്നത്. ഹല്ലേലൂയ. അതെന്തിനാണ് പുൽക്കൂടിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, ഇത് കഴിഞ്ഞ പാടെ പോണം. എപ്പോൾ വേണമെങ്കിലും പലായനം ചെയ്യണം. എപ്പോൾ വേണമെങ്കിലും ഈശോയെ തേടി ആൾക്കാർ വരും. അപ്പോൾ പലായനം ചെയ്യാൻ വേണ്ടി അവിടെ കഴുതക്കുട്ടി റെഡിയാണ്. അറിയിപ്പ് കിട്ടി, സ്വപ്നത്തിൽ അറിയിപ്പ് കിട്ടിയതനുസരിച്ച് യവ്സേ പിതാവും മാതാവും കൂടെ ശീഘ്രവേഗത്തിൽ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യാത്ര തിരിച്ചു. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. പലായനം. ആ വാക്ക് പറഞ്ഞതേ, പലായനം ചെയ്തു. എന്തിനാ പലായനം ചെയ്തത്? ഈശോ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്ക് തമ്പുരാൻ തരുന്ന ബോധ്യം ഇതാണ്: ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പലായനം ചെയ്യുക. ഹല്ലേലൂയ. ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുക, പലായനം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പലായനം ചെയ്യേണ്ടത്? ചീത്ത സ്വഭാവത്തിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, എല്ലാ തരത്തിലുമുള്ള മൂലപാപങ്ങളിൽ നിന്നും പലായനം ചെയ്യണം. ഹല്ലേലൂയ. പൗരസ്ത്യ ദേശത്ത് നിന്നും ആര് വന്നു? പറ. ജ്ഞാനികൾ വന്നു എന്നാ പറയുന്നത്. പൂജരാജാക്കന്മാർ. അവർക്ക് പേര് ചരിത്രം പറയുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നില്ല എങ്കിലും ചരിത്രത്തിൽ പേര് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മെൽക്കിയോർ. കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല? കണ്ടുപിടിച്ചിട്ട് വരണം. ഞാൻ പറയുന്നില്ല. അടുത്ത ആഴ്ച വരുമ്പോൾ ഇവരുടെ പേര് കണ്ടുപിടിച്ചിട്ട് വരണം. 3 പേരുകളുണ്ട് ഈ ജ്ഞാനികൾക്ക്. കണ്ടുപിടിച്ച ശേഷം വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വഴിയിൽ ചെമ്മാച്ചന്മാരെ നിർത്തും. പേര് പറയുന്നവർക്കേ മുകളിലേക്ക് കയറാൻ അനുവാദമുള്ളൂ. ഹല്ലേലൂയ. കുമ്പസാരിക്കാനൊക്കെ നിങ്ങൾ വന്ന് ക്യൂ നിൽക്ക്. അവിടെ സ്റ്റെപ്പിൽ എഴുതി വെക്കും, പേര് പറയുന്നവർക്ക് മാത്രം അകത്തേക്ക് പ്രവേശനം. ഹല്ലേലൂയ. താഴെ വെള്ളം വെക്കും. വെള്ളം വെക്കുമ്പോൾ പേര് പറയുന്നവർക്ക് മാത്രം കുടിവെള്ളം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഇടതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്നും ശരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇവർ യാത്ര പുറപ്പെട്ടു വന്നു. പൗരസ്ത്യ ദേശത്ത് ഇവരുടെ വീട്ടിൽ ഇവർക്ക് വേണ്ട സുഖസൗകര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വങ്ങൾ, പണം, നല്ല ഭക്ഷണം, ചൂടുള്ള മെത്ത, ഇതെല്ലാം ഉപേക്ഷിച്ച് കാതങ്ങൾ യാത്ര ചെയ്താണ് പൗരസ്ത്യ ദേശത്തു നിന്നും ഈ ജ്ഞാനികൾ പുൽക്കൂട്ടിലേക്ക് എത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതൊരു പലായനമാണ്. ഇഷ്ടങ്ങളിൽ നിന്നും സുരക്ഷിതത്വങ്ങളിൽ നിന്നുമുള്ള പലായനമായിരുന്നു ജ്ഞാനികൾ നടത്തിയത്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? ഈശോയെ കിട്ടാൻ വേണ്ടി. കണ്ടോ? ഈശോയ്ക്ക് വേണ്ടി ഒരു പലായനം നടത്തുകയാണ്. ഇനി ഈ ജ്ഞാനികൾ പലായനം നടത്തി വന്ന് ഒരു നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് വന്നത്. ഹല്ലേലൂയ, അല്ലേ? കൃത്യമാണ്. നക്ഷത്രത്തെ കണ്ടുകൊണ്ട് അവർ വന്നു. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നക്ഷത്രം കാണാതെയായിപ്പോയി. എവിടെ എത്തിയപ്പോഴാ? ഹെറോദേസിൻ്റെ കൊട്ടാരം എത്തിയപ്പോൾ ജ്ഞാനികൾ നക്ഷത്രത്തെ കാണുന്നത് അവസാനിച്ചു. ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ കയറിയപ്പോൾ നല്ല ഭക്ഷണം. ഹെറോദോസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചറിഞ്ഞു. അപ്പോൾ ഹെറോദോസ് ഒരു കുറുക്കനായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഇതെല്ലാം കണ്ണിങ്നെസ് എല്ലാം പറഞ്ഞ് സുഖസൗകര്യങ്ങൾ ഒരുക്കി, നല്ല ഭക്ഷണം ഒരുക്കി, നല്ല പാർപ്പിടം ഒരുക്കി. ഇതെല്ലാം കണ്ട് ഇവരുടെ കണ്ണ് മഞ്ഞളിച്ചില്ല. ഇതാ വചനം പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ അവർ നിർത്തിയില്ല. ജ്ഞാനികൾ വീണ്ടും അവിടെ നിന്നും ഇറങ്ങി. എപ്പോഴാണോ ഈ കൊട്ടാരത്തിൽ നിന്നും സുഖസൗകര്യങ്ങളിൽ നിന്നും സുരക്ഷിതത്വങ്ങളിൽ നിന്നും പുറത്തിറങ്ങിയത്, അപ്പോൾ അവർ വീണ്ടും എന്ത് കണ്ടു? നക്ഷത്രം കണ്ടു. ഹല്ലേലൂയ. അതാണ് പറഞ്ഞു തരുന്നത്. പലായനം ചെയ്തപ്പോൾ വീണ്ടും അവർക്ക് അടയാളം കിട്ടി. ഹല്ലേലൂയ. അതാണ് ഈശോ മതി, ഉണ്ണി മതി എന്ന് പറഞ്ഞവർ പലായനം ചെയ്തപ്പോൾ വീണ്ടും ആ വാക്ക് പറഞ്ഞ് എന്ത് ചെയ്തു? പലായനം ചെയ്തു. അപ്പോൾ പലായനം ചെയ്തപ്പോൾ അവർക്ക് വീണ്ടും നക്ഷത്രത്തെ കാണാൻ സാധിച്ചു. ആ നക്ഷത്രം ചെന്ന് നിന്നു. എവിടെ? പുൽക്കൂടിന് മുകളിൽ. ഹല്ലേലൂയ. വെരി ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് തമ്പുരാൻ നമുക്ക് തരുന്ന ബോധ്യം ഡാഷ് മതി. ആര്? അതിനെന്ത് ചെയ്യണം? വാക്ക് പറഞ്ഞേ. പലായനം ചെയ്യണം.
ഇന്ന് രാവിലെ എവിടുന്നാ വന്നേ? പറ പറ. വീട്ടിൽ നിന്നും വന്നു. കണ്ട, അപ്പച്ചൻ പറഞ്ഞു ഈശോയെ കാണാൻ വേണ്ടി വീട്ടിൽ നിന്നും ഞാൻ പലായനം ചെയ്തു അച്ഛാ. പറഞ്ഞേ, ഈശോയെ കാണാനാണോ വന്നേ? ഈശോയെ കാണാനാണോ വന്നേ? പറ. ചിലർ പറയും അല്ല, ഞങ്ങൾ അച്ഛനെ കാണാൻ വേണ്ടി വന്ന. അതെ, ഇവിടെ പേര് എഴുതി ലിസ്റ്റ് കൂട്ടി വെച്ചിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പറയും എന്തിനാ വന്നേ? അച്ഛനെ കാണാൻ വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൊന്നപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, അച്ഛന്മാരെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ക്യൂ നിൽക്കണം. ഈശോയെ കാണാനോ? ഈശോയെ കാണാൻ ക്യൂ നിൽക്കണോ? പറന്ന് വേണ്ടാന്നേ, ചങ്കു പൊട്ടി. ഈശോയെ എന്താ മോനെ? അച്ഛൻ വിളിക്കുകയല്ല. അച്ഛൻ എല്ലാവരുടെയും കഴിഞ്ഞ് കഴിയുമ്പം, എല്ലാവരും കണ്ടു കഴിയുമ്പം ക്ഷീണത്തോടു കൂടെ കാണും. പക്ഷെ ഈശോ എപ്പോഴും ഉണർവോടുകൂടെ പലായനം ചെയ്തു വരുന്ന പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ്. ഹല്ലേലൂയ.